ഹലോ, അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ബൈട്ട് നല്ല മഴ. അപ്പോൾ ബൈട്ട് ചായക്ക് ഞാൻ വിചാരിച്ച് അരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വെച്ച്. അപ്പോൾ അരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് നേരെ താഴേക്ക് പോയി. അങ്ങനെ അരി എടുത്ത് 1 കപ്പ് അരി എടുത്തിട്ട് അരിനെ വറുത്ത് അങ്ങനെ കുറച്ചായിട്ട് വറുക്കണം. അന്നെങ്കിൽ വറുന്നില്ലെങ്കിൽ ഓരോരോ അരി അങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ട് വറുക്കണം. ഇതാ അങ്ങനെ ബ്രൗൺ കളറായിട്ടാകുമ്പോൾ നല്ലോണം ബ്രൗൺ ആകുമ്പോൾക്ക് ഇതാക്കണം. നല്ലോണം കരിയാൻ കഴിയല. എൻ്റെ ഓരോന്ന് കരിഞ്ഞിനി ഫോൺ പിടിച്ചിട്ടാകുമ്പോൾക്ക് എനിക്ക് ആയിട്ട് ഓരോന്നും അങ്ങനെ കരിയാൻ കഴിയില്ല. നല്ല ബ്രൗൺ കളറാകുമ്പോൾക്ക് മതിയാക്കണം. ഇതിനിടയിൽ എൻ്റെ 2 മക്കളും അല്ലാ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താക്കുമ്പോൾക്ക് ഇറ്റിങ്ങനെ തന്നെതാ 2 നോക്കോളൂ ഗ്യാസിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. എത്ര ചെല്ലും കുറക്കറിയുന്നില്ല. എത്ര തായാക്കിയെങ്കിൽ പെണ്ണിതാ. അപ്പോൾ കമ്മമ്മ അതിനുള്ള തേങ്ങ ഒടിച്ചോണ്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണെന്താക്കുന്ന അറിയോ, എത്ര ചെല്ലും കറിഞ്ഞില്ല. ഓൾ ഈലൊക്കെ നമുക്ക് ഈക്കുമ്പോൾക്ക് ഓൾ ഇപ്പുറത്തുള്ള കസാല വെച്ചിട്ട് ഇപ്പുറത്തേക്ക് കയറണം. തന്നോട് ചെന്ന് ഞാൻ ഉണ്ടാക്കുന്ന നീ കയ്യിൽ താന്ന് ചെന്ന കയ്യിൽ കൊടുക്കാത്തതിന് മറ്റേ ഗ്യാസിൻ്റെ അതിലിട്ടിട്ട് കലക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ പെണ്ണ് എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട്. ബെൽതാൻ പനിയേ ഇല്ല എന്തോ പെണ്ണ് പണിയെടുക്കാൻ ചെല്ലുമെങ്കിൽ എടുക്കാമല്ലോ അങ്ങനത്തെ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ആക്കലും ഇങ്ങനെ സാപ്പെടുത്തോണ്ടിരിക്കും. ഒരു പണിയെടുക്കാൻ പിക്കാൽ എന്തെങ്കിലും എടുത്തെങ്കിൽ അപ്പോൾ തുടങ്ങുമോളൊക്കത്തെ അരി അങ്ങനെ വറുത്തിട്ട് റെഡിയായി. അപ്പോൾ തേങ്ങ റെഡിയാക്കി എന്നിട്ട് ഇതാ ഉമ്മ അതിനെന്താക്കി ജ്യൂസിലേക്ക് ഇട്ടുകൊണ്ടുള്ളത് വറുത്തരീനെ. ഇത് നല്ല പൊടിയാണ്. പൊടിയായ ശേഷം അതിനെ ഉമ്മ ഒരു ചട്ടിക്കിട്ടിട്ട് കുറച്ചായിട്ട് അടിച്ചുകൊണ്ടുള്ളത്. അങ്ങനെ അടിച്ച ശേഷം വെള്ളത്തിനെ ഉരുക്കണം. അങ്ങനെ നല്ല ഉരുക്കിയ ശേഷം നല്ല വെള്ളമെല്ലാം നല്ല പാങ്ങല ഉരുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കണം. ഈ വെള്ളത്തിൻ്റെയൊക്കെ മിക്സ് ആക്കിയിട്ടായിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കണം, വറുത്തിട്ട് പൊടിച്ച് വെച്ച അരിയില്ലേ അതിന് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കണം. നല്ലോണം മിക്സ് ആക്കിയ ശേഷം ഇതിൽ നമ്മൾ എന്താക്കണം അറിയാം, ചൂടോടെ തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ തണ്ണിയെങ്കിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, റെഡിയായ ശേഷം എന്നതാ ഞങ്ങൾ ചൂടോടെ തന്നെ ഉണ്ടായിക്കൊണ്ടുണ്ട് ഉമ്മാവും ഞാൻ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുമ്പ ചിലക്കൊണ്ടുണ്ട്. വലിയ ഉണ്ട ഞാനാക്കുന്നത്. അപ്പോൾ ആ വലിയ ഉണ്ട ഞങ്ങൾക്കെല്ലാം ചെല്ലിട്ട് ഇങ്ങനെ തമാശ ആയിക്കൊണ്ടുള്ള. അങ്ങനെ ഞാനും ഉമ്മാവും ഉണ്ടാക്കിയിട്ട് എടുത്തോണ്ടുള്ള. അങ്ങനെ ഉണ്ടാക്കിയിട്ടായി. ഞങ്ങൾ അരി ഉണ്ട റെഡിയായി ഗെയ്സ്. എങ്ങനെയുണ്ട്? അങ്ങനെ അപ്പോൾ കാപ്പന്നല്ലേ നല്ല കാപ്പി വെച്ച്. ഉമ്മ കാപ്പി കുടിക്കുന്നു, ഉമ്മ ചായ കുടിക്കലില്ല. അങ്ങനെ ഉമ്മാൻ്റെയൊക്കെ ഞങ്ങൾ കാപ്പി തന്നെ കുടിക്കുന്നത്. അങ്ങനെ ഉമ്മാക്ക് കാപ്പിയും മാമാക്ക് ചായയും വെച്ച് അങ്ങനെ അതിനെ ടേബിളിൽ വെച്ച് ഗെയ്സ്. അങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ച്. ഈ മഴക്കാലത്ത് എന്തോ ഒരു പാങ്ങല്ലേ, നല്ല കട്ടൻ കാപ്പിയും അരിയുണ്ടാവും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗെയ്സ്. എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം ഈ ചായൻ്റെ ഒക്കെ അരിയുണ്ട കഴിക്കാൻ. അപ്പം നമ്മളിവിടെ എല്ലാം അരിയുണ്ടാന്ന് പറയും. നിങ്ങളങ്ങോട്ട് എന്തെന്ന് നമുക്കറിയാലോ. അപ്പോൾ കമൻ്റ് ഇട് ഗെയ്സ്, നിങ്ങളങ്ങോട്ട് എന്തെന്ന് എഴുതിയിട്ട് കമൻ്റ് ഇട്. അങ്ങനെ ചായയെല്ലാം കുടിച്ച ശേഷം പിന്നെ ഈ നല്ലോണം മഴ വരുമ്പോഴേക്ക് ഞങ്ങളെ ഇവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടത്തിലത്തെ വെള്ളത്തിൻ്റെ കച്ചറെല്ലാം ഞങ്ങളെ മീത്ത നിൽക്കുന്ന. അതിന് എൻ്റെ മോൻ ഇതെല്ലാം എടുത്തുകൊണ്ടുണ്ട്, ഉമ്മാവും മോനും. ഇല്ലെങ്കിൽ റോട്ടിലെല്ലാം കച്ചറാണ്. അങ്ങനെ അതിനോണ്ടല്ലേ മോനും ഉമ്മാവും എടുത്തുകൊണ്ടുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ മോനിക്ക് കുറച്ച് ഓവർക്കുണ്ടായി മദ്രസത്തിൽ എഴുതാൻ. അതിന് എഴുതുന്നാരും നോക്കി എൻ്റെ മോള് എപ്പോഴും ഇങ്ങനെ ആക്കുന്നത്. എൻ്റെ മോള് എന്ത് എഴുതാൻ അവനെ തമ്പിക്കലില്ല, അപ്പോൾക്കും വേണം. ഞാൻ പറയും നിങ്ങൾ സ്കൂളിലെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരുമോ അവർക്കല്ലോ എന്ന് എഴുതിയിട്ട്. അന്നൊന്നും വേണ്ട. ഓൾക്ക് ഒരു ബുക്കും പെന്നും കൊടുത്തെങ്കിൽ അതൊന്നും വേണ്ട, ഓൻ്റെ തന്നെ എടുക്കുന്നതെന്ന്. അപ്പം എൻ്റെ മോൻ എഴുതുന്ന കണ്ട എടുത്ത കയ്യിലാണ് ഓൻ എഴുതുന്നത്. ഓനിക്ക് ബലത്തെ കയ്യിൽ എഴുതാൻ അറിയുന്നില്ല. അപ്പോൾ നമുക്ക് തല്ലോ അയാടെ പെണ്ണ് ഓൻ്റെ എന്തോ എടുത്തോണ്ട് പോയി. അങ്ങനെ ഓന് പോയി. കുറേ തുണിപ്പായ ഉണ്ടായി ആർത്തിടാൻ. ഈ മയക്കേട് ഉണങ്ങുന്നില്ലല്ലോ. അങ്ങനെ മീത്ത ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ആർത്തിട്ടുകൊണ്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.